ഇന്ന് നമ്മുടെ 2026 ഗെറ്റ് ടുഗദറാണ്. ഇത് പയ്യാമ്പലത്തെ തക്കാരം എന്ന ഹോട്ടലിൽ വെച്ചാണ് നടന്നത്. ഇതാണ് തക്കാരം എന്ന ഹോട്ടൽ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇവിടെയായിരുന്നു. അപ്പോൾ ഒരു പഴയ വീടിൻ്റെ ഒരു സാമ്യതയൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല ഹോട്ടൽ. ഓരോ ഗെറ്റ് ടുഗദറും ഓരോ ഹോട്ടലിൽ വെച്ചാണ് നടത്താറുള്ളത്. ഇത്തവണ ഇവിടെ ഇരിക്കട്ടെ. ഹോട്ടലിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ് തോന്നി. നല്ലൊരു അന്തരീക്ഷം, ഒരു ശാന്തമായ സ്ഥലം. എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത ഹോട്ടൽ, അതായത് തിരഞ്ഞെടുത്ത ഈ സ്ഥലം അത്ര മോശമൊന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല എന്ന്. ഈ ഹോട്ടൽ 12 മണിക്ക് ശേഷമേ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി. അതുകൊണ്ട് തന്നെ 12 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഹോട്ടലിൽ ആരും വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാം കാലിയാണ്. ചെയറും ടേബിളൊക്കെ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 18 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40 പേരുള്ള ഗ്രൂപ്പിൽ നിന്ന് 18 പേരിൽ 15 പേരേ വന്നുള്ളൂ. നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടാം. ഒന്ന് നിഷ, ലീന, ഫൗസിയ, ശ്യാമള, പിന്നെ ഞാനും. പിന്നെ ഇത് ശ്രീകല, നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇനി വരുന്നത് ജ്യോതിയാണ്. അപ്പോൾ ജ്യോതി എത്തി. ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് നിസ്രീൻ, അവൾ പ്രൊഫസറായിരുന്നു സർവീസിലിരിക്കുമ്പോൾ. ഇപ്പോൾ വന്ന് എല്ലാവരോടും സംസാരിക്കുന്നു. ഇത് ഗംഗ, ജ്യോതിയുടെ വലിയ കൂട്ടുകാരിയാണ്. അങ്ങനെ നമ്മളൊക്കെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഈ സൈഡിലിരിക്കുന്നത് സപ്ന, പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് വഹീദയാണ് നമ്മുടെ ഖജാൻജി, പിന്നെ നീത്ത. അങ്ങനെ ഓരോരുത്തരെയായി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോൾ വരുന്നത് ഷീലയാണ്, ഭാഗ്യശീല. എല്ലാവരും ഇരുന്ന് വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആദ്യമായി പ്രസിഡൻറ്റിൻ്റെ ഒരു ചെറിയ സ്പീച്ച്. ആദ്യമായി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. പിന്നെ ഞാനൊരു കേക്ക് കൊണ്ടുപോയിരുന്നു. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനൊരു നല്ല കേക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ നമുക്കിനി ഇതൊക്കെ സംസാരിച്ചു, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായി കട്ട് ചെയ്യുകയാണ് കേക്ക്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് ആദ്യമായി നസ്രി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. ഇതാണ് കേക്ക്. അപ്പോൾ കേക്ക് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. എല്ലാവരും പറഞ്ഞു കേക്ക് വളരെ ടേസ്റ്റിയാണെന്ന്. കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തു. നല്ല വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. അപ്പോൾ നമുക്ക് ഇനി ലഞ്ചിൻ്റെ വിശേഷങ്ങൾ കാണാം. കേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് എല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇനി ഒരാളും കൂടി വരാനുണ്ടായിരുന്നു. താഹിറ വന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലെ ബ്യൂട്ടീഷ്യനാണ്, കണ്ണൂരിൽ പ്രശസ്തമായ ബ്യൂട്ടി പാർലർ നടത്തുന്ന താഹിറ. അപ്പോൾ താഹിറ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫുഡിൻ്റെ കാര്യം നോക്കാം. എല്ലാം ഉണ്ട്, താലി ഫുഡാണ്. എല്ലാ കറികളും ഉണ്ട്. കൂടാതെ വെജിറ്റബിൾ മാത്രമല്ല നോൺ വെജും കൂടിയുണ്ട്. ചെമ്മീൻ, കൂന്തലിൻ്റെയൊക്കെ ഫ്രൈ ഉണ്ട്. പിന്നെ ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ പതുക്കെ
ഇത് ബീനയാണ് കേട്ടോ. ബീന കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങി. എല്ലാവർക്കും സന്തോഷമായി. നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടും അങ്ങനെ പിന്നെ നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്തുതന്നത് അവിടെ പിന്നെ വെയിറ്ററായിരുന്നു, ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു, ഒരു അബൂട്ടി എന്ന് പറഞ്ഞൊരു പയ്യൻ. എന്തായാലും നമ്മൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങേ അറ്റത്തിരിക്കുന്നതാണ് തായറ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തി. ബ്യൂട്ടി പാർലറിന് കുറച്ച് സമയം ലീവ് എടുത്ത് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിനി ഓരോരുത്തരെയായി പരിചയപ്പെടാം. ഒന്ന് താഹിറ, പിന്നെ ഗംഗ, പിന്നെ ഇത് നിസ്രീൻ, ഷീല, ഇതൊക്കെയാണ്. അപ്പോൾ ഷീല പൊതുവെ സംസാരം കുറവാണ്. ബാക്കി എല്ലാവരും കലവില സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കുറേ കാലം, നിസ്രീൻ ആണെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് മാത്രമല്ല, നിസ്രീൻ കുറേ കാലമായി ആരെയും കാണാത്തത്. അതുകൊണ്ട് എല്ലാവരും നിസ്രീനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇരുന്നിട്ടുള്ള കുറേ ഫോട്ടോസാണ്. ഇപ്പോൾ മുമ്പിലിരിക്കുന്നത് സപ്ന, ഗംഗ, നീത, ശ്യാമള, ശ്രീകല, ഞാൻ, ലീന, ഫൗസിയ, വഹീദ, ബീന, ഷീല, നസ്രീൻ, നിഷ, താഹിറ, ജ്യോതി എന്നിവരാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. വരാൻ പറ്റുന്നവരൊക്കെ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും എത്തിക്കോളും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പിൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ പയ്യാമ്പലത്തേക്ക് പോകലാണ്. തിരക്കുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉടനെ തന്നെ ഓട്ടോ പിടിച്ച് പോയി. പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇങ്ങനെ നടന്ന് പയ്യാമ്പലം പാർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുന്ന് ബാക്കി വർത്തമാനമൊക്കെ അവിടെ ഇരുന്നാവാം എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പയ്യാമ്പലത്തേക്ക് നടന്നു. ഇതാണെങ്കിൽ ഇന്ന് ചെറിയൊരു മഴക്കാറും ഇടയ്ക്ക് ചെറിയൊരു ചാറ്റൽ മഴയും എല്ലാം കൂടെ നമ്മളിങ്ങനെ പേടിച്ചിരുന്നു, ഇന്ന് നല്ല മഴയുണ്ടാവുമോ എന്നെല്ലാം. പക്ഷേ മഴയൊന്നും പെയ്തില്ല, ചെറിയൊരു ചാറ്റൽ മഴ. അങ്ങനെ നമ്മൾ പോകുന്നവരൊക്കെ അപ്പോൾ തന്നെ ഓട്ടോ പിടിച്ച് പോയി. ഞാനൊക്കെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ പയ്യാമ്പലം കുറച്ച് നടന്നാൽ പയ്യാമ്പലം നമ്മുടെ കുട്ടികളുടെ പാർക്കെത്തും. അപ്പോൾ നമ്മളും കുട്ടികളെ പോലെ ഇന്ന് ഒരു ദിവസം നമ്മളും കുട്ടികളാണല്ലോ. അങ്ങനെ നമ്മൾ പയ്യാമ്പലത്തേക്ക് നടന്നു പോയി. അങ്ങനെ പയ്യാമ്പലം ഇപ്പോൾ മഴക്കാലമല്ലേ, ആകെ മഴ പെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 20 രൂപയാണ് ഇവിടുത്തെ ഫീസ്. ഇവിടുത്തെ പണ്ടേയുള്ള മനോഹരമായ ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബീച്ചിൽ തന്നെയാണ് അമ്മയും കുഞ്ഞും എന്ന പ്രതിമയൊക്കെ ഉള്ളത്. കണ്ടില്ലേ, എന്ത് മനോഹരമായ പാർക്കാണ് നമ്മുടെ പയ്യാമ്പലം. ഇനി നമ്മൾ പയ്യാമ്പലത്തേക്ക് കടൽ തീരത്തേക്ക് പോവുകയാണ്. ഈ പാലം പണ്ടേയുള്ള ഒരു പാലമാണ്. ഒരു തോടിന് മുകളിലാണ് ഈ പാലം. ഇങ്ങനെ നമ്മൾ പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോയി. ഈ തോട് ചെറുതാണെങ്കിലും പ്രളയകാലത്ത് വെള്ളം നീങ്ങാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തോടാണ്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തി. എന്തായാലും വടകരയിൽ നിന്ന് വന്ന 2 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കടലിന് വിപരീതമായി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവരാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ സഹായിച്ചത്. കടൽ തീരത്തോട്ട് പോയില്ല, കാരണം സാരിയൊക്കെ നനയും. മാത്രമല്ല മഴക്കാലമാണ്,
കടൽ പ്രക്ഷുബ്ധമാണ്. വളരെ ശ്രദ്ധിച്ച് ഈ സമയം നമ്മൾ കടലിൽ ഇറങ്ങാൻ പാടുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇത് എപ്പോഴും എല്ലാ കാലവും നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കും. കണ്ടില്ലേ, ഇവർക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. ഇന്നത്തെ ഈ ദിവസം ശരിക്കും അടിപൊളി തന്നെ. പയ്യാമ്പലം ആണല്ലോ കണ്ണൂർക്കാരുടെ ഒരു വലിയ അഭിമാനം തന്നെയാണ്. ഇത്ര മനോഹരമായ ബീച്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പാതാറൊക്കെ കെട്ടി പയ്യാമ്പലം ബീച്ച് ഇപ്പോൾ ഏറ്റവും മനോഹരമാണ്. പിന്നെ മാത്രമല്ല, ഈ കടൽ തീരത്ത് വന്ന് കടൽ നോക്കിയിരിക്കാൻ തന്നെ രസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കൂടുന്നതുകൊണ്ട് ശരിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മയൊക്കെ ശരിക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരും. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.